മൂന്നാമത്തെ സർജറിയിലാണ് പിഴവുള്ളത് എന്ന് ഉറപ്പാണ്. പക്ഷെ ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത് 2 അല്ല 3 അല്ല 3 സർജറി സിസേറിയൻ നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേലോ രണ്ടാമത്തേലോ മൂന്നാമത്തേലോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ വേണം. അങ്ങനെ എങ്ങനെയെന്നു ഈ പോലീസ് അത്രയും തെളിവുകൾ സഹിതം അതിൻ്റെ അടുക്ക് 2 സിസേറിയൻ കഴിഞ്ഞ് എനിക്ക് ഈ മൂന്നാമത്തെ ഒരു പ്രഗ്നൻസിയിൽ ഒരു 12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് വയറ്റിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല എന്ന് ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇനിയൊക്കെ പോട്ടെ, ശാസ്ത്രീയ തെളിവുകൾ, അതായത് അതിൻ്റെ ഇടയ്ക്കൊരു MRI സ്കാനിങ്ങിന് വിധേയ ആളാണ് ഞാൻ. അപ്പോൾ അത്രയും വലിയൊരു സ്റ്റീലിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ള ഒരു സാധനം നമ്മളെ വയറിനുള്ളിൽ ഒരിക്കലും MRI റൂമിലേക്ക് പോലും നമുക്ക് കയറാൻ കഴിയില്ല എന്നുള്ള MRI സ്കാനിങ്ങിൻ്റെ മാനുഫാക്ചറിങ് അവർ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ആ ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അത് സമർപ്പിച്ച് കഴിഞ്ഞിട്ട് 2 വർഷത്തോളമായി. അതിൻ്റെ മേലൊരു നടപടിയും ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു വഴി പൂർണ്ണമായി അടഞ്ഞൊരവസ്ഥയിലാണുള്ളത്. അതുപോലും മുന്നോട്ട് പോകാനോ കഴിയുന്നില്ല. അപ്പം നമ്മൾ ആരടുത്ത് പോകണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഇത്രയും വലിയ പിഴവുണ്ടായിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു അന്ന് സർജറി ചെയ്ത ഡോക്ടർ മഞ്ചേരിക്ക് സ്ഥലം മാറിപ്പോയി തന്നെ ആ ഒരു അന്വേഷണ സമയത്ത്. ഇപ്പോഴും ആ ഡോക്ടർ തിരിച്ചു വന്ന് ആ മെഡിക്കൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, ഞാൻ